നീ എൻ സ്വന്തം ഭാഗം 6. ആ ബെഡിൽ കിടന്നുറങ്ങുന്ന ദക്ഷയാണ്. അത് കണ്ടതും ആദ്യം ഒന്ന് അമ്പരന്നു എങ്കിലും പിന്നെ അവനിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത്. ക്യാരവാൻ ഡോറ് അടച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞു കുട്ടികൾ ഉറങ്ങുന്നത് പോലെ രണ്ട് കൈയും കവളിന് അടിയിൽ വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഫോൺ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഫോൺ നോക്കിക്കൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതാണെന്ന് അവന് മനസ്സിലായി. അവൻ അവളെ നോക്കി. ചെറിയ കുട്ടികളെ പോലെ തോന്നുന്നു. തൻ്റെ സഹോദരിയെപ്പോലെ ക്യൂട്ടാണ് എന്ന് അവന് തോന്നി. അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയപ്പോഴാണ് പെട്ടെന്ന് അവൻ അവളുടെ വയറിൻ്റെ ഭാഗം കണ്ടത്. അവളുടെ ചെറിയ ടോപ്പ് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നു. അവളുടെ വയറിൻ്റെ ഭാഗം നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ പൊക്കിൾ ചുഴിയിലായി കിടക്കുന്ന നേവൽ റിങ്ങിലേക്കാണ്. ഹാർട്ട് ഷേപ്പിലായി ഗ്രീൻ കളറിലുള്ള നേവൽ റിങ് അവളുടെ പൊക്കിൾ ചുഴിയിലായി കിടക്കുന്നത്. നല്ല വെളുത്ത ഭംഗിയുള്ള ആ വയറിൽ ആ ഗ്രീൻ കളറിലുള്ള ഹാർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. കുറച്ചു നേരം അവൻ അറിയാതെ തന്നെ അതിലേക്ക് നോക്കി നിന്നുപോയി. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവൻ നോട്ടം മാറ്റി. അവൻ്റെ മേക്കപ്പ് മാൻ കയറി വരുന്നതാണെന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു ടോപ്പ് വലിച്ച് താഴേക്കിട്ടു. അവൻ ഒന്നും അറിയാത്തതുപോലെ വന്ന് അവിടെയുള്ള സോഫയിൽ ഇരുന്നു. അപ്പോഴാണ് അവൻ്റെ മേക്കപ്പ് മാനും കോസ്റ്റ്യൂമറും കൂടി അങ്ങോട്ട് കയറി വന്നത്. അവർ ആദ്യം അവളെ കണ്ടില്ല. ശ്രീദേവിനോട് എന്തോ സംസാരിക്കാൻ വായ തുറന്നപ്പോഴാണ് ആ ബെഡിൽ കിടക്കുന്ന ദക്ഷയെ അവർ കാണുന്നത്. സർ, ഇത് ദയാമേഡത്തിൻ്റെ സഹോദരിയല്ലേ? ശ്രീദേവിൻ്റെ മേക്കപ്പ് മാൻ ചോദിച്ചു. അതെ, ചിലപ്പോൾ ക്യാരവാൻ മാറിപ്പോയതായിരിക്കും. ഉറക്കമാണ്, അതാ ഞാൻ വിളിക്കാതിരുന്നത്. ശ്രീദേവ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വിളിക്കണോ സർ? അയാൾ ചോദിച്ചു. വേണ്ട, ആള് നല്ല ഉറക്കാണ്, എഴുന്നേൽക്കുമ്പോൾ പോയിക്കൊള്ളും. അതുവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവൻ പറഞ്ഞു. സാറിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ? അവർ ചോദിച്ചു. ആ കർട്ടൻ മാറ്റിയിട്ടാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ശ്രീദേവ് കർട്ടൻ മറിച്ചിട്ടുകൊണ്ട് ഡ്രസ്സ് മാറി. എന്നിട്ടാണ് അവൻ അവിടെ ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. അവൻ കാണുന്നത് അതോർത്ത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും ഇറങ്ങി അടുത്ത ക്യാരവാനിലേക്ക് പോയ അവൾ സ്വയം തലക്കടിച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. വേഗം ക്യാരവാനിലേക്ക് കയറി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ആ ബെഡിൽ വന്ന് കിടന്നു. ഇനി എങ്ങനെ ശ്രീദേവ് സാറിൻ്റെ മുഖത്ത് നോക്കും? അവൾ ആലോചിച്ചു. അബദ്ധം പറ്റിയല്ലോ. അബദ്ധമല്ലേ, ആർക്കും പറ്റും. അവൾ സ്വയം അവളെ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും പോലെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് ദയ വിളിച്ചു. മോളെ, നീ എവിടെയാണ്? അത് ചേച്ചി, ഞാൻ ക്യാരവാനിലുണ്ട്, ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അവൾ പറഞ്ഞു. ആണോ? എന്നാൽ മോൾക്കുള്ള കോഫി അങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം, ദയ പറഞ്ഞു. വേണ്ട ചേച്ചി, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് കയറി മുഖമൊന്ന് കഴുകി. മുഖമെല്ലാം തുടച്ച് ദക്ഷ അവിടെ നിന്നും ഇറങ്ങി. ഷൂട്ട് നടക്കുന്ന ആ ഭാഗത്തേക്ക് നടന്നു. അവിടെ ദയ വീണ്ടും ഷൂട്ടിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ ദയയുടെ സീൻ മാത്രമാണ് എടുക്കുന്നത്. അവിടെ മാറി ഒരു ചെയറിൽ ശ്രീദേവ് ഇരിക്കുന്നുണ്ട്. ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ അവൾക്ക് വല്ലാത്ത വല്ലായ്മ തോന്നി. ശ്രീദേവ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകിലായി നിൽക്കുന്ന മാനേജറോട് എന്തോ പറയാൻ തിരിഞ്ഞപ്പോഴാണ് അവൻ ദക്ഷയെ കാണുന്നത്. ദക്ഷയെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നിന്ന് അവൻ അവൻ്റെ തലയൊന്ന് കുടഞ്ഞു. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ മനസ്സിലോർത്തു. എന്നാൽ ഇതൊന്നും അറിയാതെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ദക്ഷ. ദയയുടെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് പോയി. പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ്, ചേച്ചി, നാളെ അവിടെ ശ്രീദേവ് സാറിൻ്റെ വീട്ടിൽ ദുർഗാപൂജയ്ക്ക് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊണ്ടു പോകുന്ന ചടങ്ങുണ്ടോ എന്ന് ശ്രീക്കുട്ടി ചോദിക്കുന്നത്. അത് പറഞ്ഞപ്പോഴോർത്തത്, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. അത് ഒരു കാര്യം ചെയ്യാം, നാളെ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ഇറങ്ങിയാൽ മതി അതിനുവേണ്ടി. ഇപ്പോൾ ഈ സമയത്ത് റോഡിലെല്ലാം നല്ല തിരക്കാണ് എന്ന് ദയ പറഞ്ഞു. ശരി ചേച്ചി, അത് ഞങ്ങൾ രാവിലെ പോയി വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർ ഭക്ഷണമെല്ലാം കഴിച്ച് വേഗം റൂമിലേക്ക് ചെന്നു. രാവിലെ ദയ ഷൂട്ടിനായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദക്ഷയും കൂട്ടുകാരും പുറത്തേക്കിറങ്ങി. എന്തുവാ ഇപ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കുക? ശ്രീക്കുട്ടി ചോദിച്ചു. നമുക്ക് ചുടി ബസാറിൽ പോയി കുറച്ച് ബാംഗിൾസും നല്ല ഭംഗിയുള്ള ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ വാങ്ങാം. പിന്നെ കുറച്ച് മധുര പലഹാരങ്ങൾ, സ്വീറ്റ്സില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം അല്ലേ എന്ന് ശ്രാവണി ചോദിച്ചു. എന്നാൽ അതും മതി.
എന്ന് പറഞ്ഞ് അവർ ഒരു ഷോപ്പിംഗ് തന്നെ നടത്തി. ഉച്ച കഴിഞ്ഞാണ് അവർ ദയയുടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ വന്നപ്പോൾ തന്നെ ദയയെ വിളിച്ചു. ചേച്ചി കഴിഞ്ഞോ? ആ കഴിഞ്ഞു മോളെ. ഇന്ന് ശ്രീദേവിന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഷൂട്ട് കഴിഞ്ഞു. നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ദേ ഇവിടെ തന്നെയുണ്ട്, കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത്. ആണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ദയ ഫോൺ കട്ട് ചെയ്തു. അവർ കാറിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ദയയുടെ കാറ് വന്നു. എല്ലാം വാങ്ങിയോ? ദയ ചോദിച്ചു. ആ വാങ്ങി ചേച്ചി. എന്നാ പോകാം. അപ്പോഴാണ് അവരുടെ കാറിന് മുന്നിലായി ഒരു ആഡംബര കാറ് വന്ന് നിന്നത്. അതിൽ നിന്നും ശ്രീദേവ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകം ക്ഷണിക്കണോ? വൈകിട്ടാണ് ദേവി പൂജ, എല്ലാവരും അങ്ങോട്ട് വരണം. ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്, ശ്രീദേവ് പറഞ്ഞു. തീർച്ചയായിട്ടും വരാം ശ്രീദേവ്, ദയ പറഞ്ഞു. അപ്പോഴാണ് ശ്രീദേവ് അവളെ നോക്കുന്നത്. ഒരു ജീൻസും ഹാഫ് ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്. അവളുടെ വയറ് കുറച്ച് ഭാഗം കാണാം. അത് കണ്ടപ്പോൾ എന്തോ ശ്രീദേവിന് വല്ലാത്ത ദേഷ്യം തോന്നി. ശരി, എന്നാൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ശ്രീദേവ് വേഗം കാറിലേക്ക് കയറി. കാറിൽ കയറി അവൻ ചാരിയിരുന്നതും ഡ്രൈവർ കാർ എടുത്തു. ഇതിപ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഒത്തിരി നടിമാരുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതും റൊമാൻറ്റിക് സീനും സെക്സി ആയിട്ടുള്ള സീനും, അങ്ങനെ ഒരുപാട്. അവരെല്ലാം പല മോഡേൺ വസ്ത്രങ്ങളും ധരിച്ചും താൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവളെ തനിക്കെന്താ ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റാത്തത്? അവളുടെ ശരീരം മറ്റുള്ളവർ കാണുമ്പോൾ ഉള്ള ദേഷ്യം, എനിക്കിതെന്താ പറ്റുന്നത്? അവൻ വേഗം കണ്ണ് തുറന്ന് നേരെ ഇരുന്നു കൊണ്ട് കുപ്പിയിലെ വെള്ളമെടുത്ത് കുടിച്ചു. ഇതേ സമയം റൂമിലെത്തിയ ദയയും കൂട്ടരും കുറച്ചേരം ഉറങ്ങാമല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കുറച്ചുനേരം കിടന്നു. 5 മണിയായപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു. എന്നാ വേഗം കുളിച്ച് റെഡിയായിക്കോ, ദയ പറഞ്ഞതും എല്ലാവരും കുളിക്കാനായി പോയി. ശ്രീകുട്ടി യെല്ലോ ചുരിദാറും ശ്രാവണി ഒരു പിങ്ക് ചുരിദാറുമാണ് ഇട്ടത്. സാരംഗിയും ദയയും സാരിയാണ് ഉടുത്തത്. ദക്ഷ ഒരു ലോങ് സ്കേർട്ടും ഹാഫ് ബ്ലൗസുമാണ് ഇട്ടത്. അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കളറിലെ തന്നെ നിറയെ കുപ്പിവളകൾ അവൾ 2 കൈയിലും ഇട്ടു. കാതിലായി വലിയൊരു കമ്മലും കഴുത്തിൽ വളരെ നേർത്ത ഒരു മാലയുമാണ് ഇട്ടത്. എങ്ങനെയുണ്ട് ചേച്ചി? ദക്ഷ ചോദിച്ചതും നന്നായിട്ടുണ്ട്, ദയ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി വന്നിരുന്നു. ഗിഫ്റ്റെല്ലാം എടുത്തോ? ദയ ചോദിച്ചു. ആ എടുത്തു എന്ന് പറഞ്ഞ് അവർ എല്ലാവരും അതുമായി താഴേക്ക് വന്നു. എൻട്രൻസിൽ വന്നപ്പോഴാണ് അവിടെ ഗൗതമും നീനയും നിൽക്കുന്നത് കണ്ടത്. അവരെ കണ്ടതും നിങ്ങൾ ശ്രീദേവിൻ്റെ വീട്ടിലെ പൂജയ്ക്ക് പോകുന്നതാണോ? ഗൗതം ചോദിച്ചതും അതെ, നിങ്ങളുണ്ടോ എന്ന് ദയ ചോദിച്ചു. ആ, ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ്, നീനയാണ് പറഞ്ഞത്. എന്നാൽ ഗൗതമിൻ്റെ കണ്ണുകൾ അവിടെ ദക്ഷയെയാണ് നോക്കിയത്. അല്ല, തൻ്റെ സിസ്റ്റർ വരുന്നില്ലേ? ഗൗതം ചോദിച്ചപ്പോൾ ആ, അവൾ വരുന്നുണ്ട്, അവൾ ഫോൺ എടുക്കാൻ മറന്നു, അതുകൊണ്ട് വീണ്ടും ഫോൺ എടുക്കാനായി പോയതാണ്, ദയ പറഞ്ഞു. അപ്പോഴാണ് അവിടെ നിന്നും നടന്നു വരുന്ന ദക്ഷയെ നീന കാണുന്നത്. അവളുടെ കയ്യിൽ ഒരു തട്ടവും ആ തട്ടം റെഡ് തുണി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ? നീന ചോദിച്ചു. അറിയില്ല ഇവിടുത്തെ ചടങ്ങ് എങ്ങനെയാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങി, ദയ പറഞ്ഞു. ഗൗതം, നമുക്കും വാങ്ങണ്ടേ? നമ്മളും ഒന്നുമില്ലാതെ എങ്ങനെ ചെന്ന് കയറുന്നത്? നീന ചോദിച്ചു. പോകുന്ന വഴിക്ക് വാങ്ങാം. എന്നാൽ ഗൗതമിൻ്റെ കണ്ണുകൾ ദക്ഷയിലായിരുന്നു. അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അവൾ അടുത്ത് വന്നതും സുന്ദരിയായിട്ടുണ്ടല്ലോ, നീന പറഞ്ഞു. അതിന് ദക്ഷ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും അവരുടെ കാറ് വന്നു. ദയ, ശ്രീദേവിൻ്റെ വീടറിയോ നിങ്ങൾക്ക്? ഗൗതം ചോദിച്ചു. ഇല്ല, ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാമെന്നാണ് കരുതിയത്, ദയ പറഞ്ഞു. വേണ്ട, എൻ്റെ വണ്ടിയുടെ പുറകെ വന്നാൽ മതി, എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട്, ഗൗതം പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞ് അവർ കാറിലേക്ക് കയറി. ദയയാണ് കാറ് ഡ്രൈവ് ചെയ്തത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ ദക്ഷയും പുറകിലായി ബാക്കിയുള്ളവരും കയറി. അവർ ഗൗതമിൻ്റെ കാറിനെ ഫോളോ ചെയ്താണ് പോയത്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഗൗതമും നീനയും ഗിഫ്റ്റ് വാങ്ങാനായി നിർത്തുകയും ചെയ്തു. ഗിഫ്റ്റെല്ലാം വാങ്ങി അവർ ചെന്നത് വലിയ അലങ്കാരങ്ങളോട് കൂടി ഉള്ള ഒരു ആർച്ചിൻ്റെ അടുത്തേക്കാണ്. ആ ആർച്ചിനുള്ളിൽ കൂടി വണ്ടി പോകുന്നത് കണ്ടതും ഇത് ശ്രീദേവ് സാറിൻ്റെ വീട്ടിലേക്കുള്ളതാണോ? ശ്രീകുട്ടി ചോദിച്ചു. അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. 2 സൈഡിലുമായി വലിയ വലിയ വീടുകളുണ്ട്. കുറച്ചുകൂടി പോയതും മറ്റൊരു ആർച്ച് കണ്ടു. അതിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു വലിയ കൊട്ടാരം പോലെ ഒരു വീട്. കൊട്ടാരം പോലെ വീട് എന്നല്ല, ഒരു കൊട്ടാരം തന്നെ. വർണ്ണശബളമായ ലൈറ്റുകളാലും പൂക്കളാലും നിറയെ അലങ്കരിച്ചിരിക്കുന്നു. ഇതാണോ ശ്രീദേവ് സാറിൻ്റെ വീട്? ആണെന്ന് തോന്നുന്നു. ഗൗതം കുറച്ച് മുന്നിലായി കാറ് നിർത്തി. കാറ് നിർത്തിയതും 2 സെക്യൂരിറ്റിക്കാർ ഓടി വന്നു.
ഗൗതം കാറിൽ നിന്നും ഇറങ്ങിയതും കീ അവരിൽ ഒരാളെ ഏൽപ്പിച്ചു. പിന്നെ ദയയുടെ കാറിനടുത്തേക്ക് വന്നു. ദയ, ആ കീ അവരെ കൊടുത്തോളൂ, അവർ തിരിച്ചു പോകാൻ നേരത്ത് നമുക്ക് തരും. ഗൗതം പറഞ്ഞതും ദയ കാറിൻ്റെ കീ അവരെ ഏൽപ്പിച്ചു. എല്ലാവരും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. വാ, അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് ഗൗതം അവരെ വിളിച്ചു. അപ്പോഴും ഗൗതം ദക്ഷയെ ഒന്ന് നോക്കി. ഗൗതം നീനയും കൊണ്ട് മുന്നിലും അവരുടെ പുറകിലായി ദയയും ദക്ഷയും കൂട്ടുകാരും നടന്നു. അവർ അകത്തേക്ക് ചെല്ലുമ്പോഴേ കണ്ടു ആളുകളെ സ്വീകരിക്കാൻ എന്നതുപോലെ നിൽക്കുന്ന പ്രായമായ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും. അതാണ് ശ്രീദേവിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. നമ്മുടെ നാട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയെ എന്നൊക്കെ പറയും. പിന്നെ അടുത്ത് നിൽക്കുന്നത് അച്ഛനും അമ്മയും. ഗൗതം പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ചിരിയോടെ കൂടിയാണ് അവരുടെ അടുത്തേക്ക് ചെന്നത്. മോനെ ഗൗതം, നീ ഇപ്പോഴാണ് വരുന്നത്? ശ്രീദേവിൻ്റെ അച്ഛൻ ചോദിച്ചു. അങ്കിൾ, കുറച്ച് തിരക്കായിരുന്നു, ഗൗതം പറഞ്ഞു. നീന, നിങ്ങളുടെ വിവാഹം അടുത്തെങ്ങാനും ഉണ്ടാകുമോ? ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ, ശ്രീദേവിൻ്റെ അച്ഛൻ ചോദിച്ചതും ഗൗതം ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പെട്ടെന്ന് ദക്ഷയെ ഒന്ന് നോക്കി. മോളെ ദയ, ശ്രീദേവിൻ്റെ കൂടെ അഭിനയിക്കുന്നതും പിന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവിൻ്റെ അമ്മ ദയയുടെ കയ്യിൽ പിടിച്ചു. അതെ ആൻറ്റി, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്, ദയയും പറഞ്ഞു. പിന്നെ അടുത്ത് നിൽക്കുന്ന കുട്ടികളെ നോക്കി. ഇവരൊക്കെ എന്ന് അവർ ചോദിച്ചതും ദയ ദക്ഷയെ ചേർത്ത് പിടിച്ചു. ഇതെൻ്റെ സഹോദരി ദക്ഷ, ഇത് അവരുടെ കൂട്ടുകാരാണ്. അവരിവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ്. വെക്കേഷനാണ്, നാട്ടിൽ പോകാൻ നിന്നപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്, ദയ പറഞ്ഞു. അതെയോ, വാ മക്കൾ വാ. ചേച്ചി, അപ്പോഴാണ് അങ്ങോട്ട് ശരണ്യ അവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. എത്ര നേരമായിന്നറിയോ ഞാൻ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ദക്ഷയുടെയും ശ്രീകുട്ടിയുടെയും കയ്യിൽ പിടിച്ചു. നിനക്ക് ഇവരെ അറിയോ? പിന്നെ അറിയാതെ, ഞാൻ ഇന്നലെ പോയപ്പോൾ ഇവരെ കണ്ട് പരിചയപ്പെട്ടു. ഞാനാ ഇവരെ വിളിച്ചത്. ഇവരിന്ന് എൻ്റെ ഗസ്റ്റാണ്, ശരണ്യ പറഞ്ഞു. അതെയോ, എന്നാ നീ നിന്റെ ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് പോയിക്കോ അകത്തേക്ക്. ചെല്ലു മക്കളെ എന്ന് പറഞ്ഞ് ശ്രീദേവിൻ്റെ അമ്മ ശരണ്യയുടെ ഒപ്പം അവരെ വിട്ടു. വാ എന്ന് പറഞ്ഞ് ഗൗതമും നീനയും മുന്നിൽ നടന്നു. അവരുടെ പുറകെ ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവരും നടന്നു. ഇത് മൈസൂർ പാലസ് തന്നെ, മാറിപ്പോയതൊന്നും അല്ലല്ലോ നമുക്ക്, സാരംഗി ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കുക, ശ്രീകുട്ടി പറഞ്ഞു. അതെ, ഇവിടെ നിങ്ങളെല്ലാവരും കൂടിയാണ് താമസിക്കുന്നത്? അതെ, ഇത് അച്ഛൻ്റെ തറവാടാ. ഒത്തിരി വർഷം പഴക്കമുണ്ട് ഇതിന്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, പക്ഷെ മുത്തച്ഛൻ അങ്ങോട്ട് വിടില്ല. ഇടയ്ക്ക് ഏട്ടൻ പോയി നിൽക്കും, ഞങ്ങളിവിടെ തന്നെയാ. പിന്നെ ഞാനും ഇടയ്ക്ക് ഏട്ടൻ്റെ ഒപ്പം പോകട്ടോ, ശരണ്യ പറഞ്ഞു. അവർ ചെന്ന് നിന്നത് വലിയൊരു ആർച്ചിന് മുന്നിലാണ്. അതാണ് എൻട്രൻസ് എന്ന് അവർക്ക് മനസ്സിലായി. എൻട്രൻസ് എന്നേ പറയാൻ പറ്റൂ, വീടിൻ്റെ വാതിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു ആർച്ചാണ് അത്. പ്രകാശപൂരിതമായി നിൽക്കുന്ന ആ വീട് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ഇതെന്താ കാണുന്നത്? ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണാവോ എന്ന് പതിയെ ശ്രീകുട്ടി ചോദിച്ചതും, അറിയില്ല മോളെ, ഇതെന്താണ് കാണുന്നത്? കുറച്ച് ഫോട്ടോസ് എടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകണം, എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. ഞാൻ പാലസിൽ പോയിരുന്നെന്നും ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയണം എന്ന് ശ്രാവണി പറഞ്ഞത് കേട്ടതും, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറി. അവിടെ ദേവി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. ഒരുപാട് ആളുകളൊന്നും ഇല്ല എങ്കിലും അത്യാവശ്യം ആളുകളുണ്ട്. അത്രയും വിശാലമായ ഹാളായതുകൊണ്ട് അധികം ആളുകൾ ഉണ്ടെന്ന് തോന്നാത്തതാണെന്ന് അവർക്ക് മനസ്സിലായി. അതെ, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെ വിളിച്ചപ്പോഴാണ്, മോളെ ഇതാർക്കാ കൊടുക്കുക? ചേച്ചി, ഇത് അമ്മയ്ക്കാ കൊടുക്കണ്ടേ, ഞാൻ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവിടെ നിന്നും വേഗം പോയി. അവൾ പോയപ്പോഴാണ് കുറച്ച് മാറി നടന്നു വരുന്ന ശ്രീദേവിനെ കാണുന്നത്. വൈറ്റ് കുർത്തയും അതേ കളറിൽ തന്നെ പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത്. ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് നടന്നു വരുന്നത്. എൻ്റെ അമ്മോ, എന്നാ ലുക്കാൻ നോക്കിയേ, ശ്രാവണി പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയത്. അവിടെ നിന്നും നടന്നു വരുന്ന ശ്രീദേവിനെ കണ്ടതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. ഹായ് ശ്രീദേവ്, ഗൗതം വിളിച്ചപ്പോഴാണ് ശ്രീദേവ് അവരെ കാണുന്നത്. ശ്രീദേവ് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ ശ്രീദേവ് ആദ്യം നോക്കിയത് വലിയ തട്ടവുമായി നിൽക്കുന്ന ദക്ഷയാണ്. അപ്പോഴേക്കും ശരണ്യ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അമ്മേ, അവർക്ക് ഇത് തരാനാണ്, ഇത് താഴെ വെക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നത്.
എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് ശ്രീദേവിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും അവിടുത്തെ 2 സ്റ്റാഫുകൾ വന്ന് അത് വാങ്ങി പൂജാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അമ്മയുടെ കയ്യിലേക്ക് തട്ടം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവ് ദക്ഷയെ മുഴുവനായി കാണുന്നത്. ഒരു മെറൂൺ കളറിലുള്ള ഹാഫ് ടോപ്പും വൈറ്റ് ലോങ് സ്കേർട്ടുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. മെറൂൺ കളറിലെ തന്നെ കുപ്പിവളകൾ 2 കൈയിലും നിറച്ചിട്ടിട്ടുണ്ട്. എന്നാൽ ശ്രീദേവിൻ്റെ നോട്ടം പോയത് അവളുടെ ഹാഫ് ടോപ്പിലേക്കാണ്. അവളുടെ വയറ് കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ട ശ്രീദേവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്തിനാണ് തനിക്ക് ദേഷ്യം വരുന്നത് പോലും എന്ന് അവന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. പിന്നെ അവളെ നോക്കാതെ ഗൗതമിനെ നോക്കി. ഗൗതം, നിങ്ങൾ ഇരിക്കൂട്ടോ, കുറച്ച് ബിസിയാണേ, പൂജ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, ശ്രീദേവ് പറഞ്ഞു. ശരി, താൻ ചെല്ല്, ഞങ്ങളിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം മുന്നോട്ട് നടന്നു. ശ്രീദേവ് അവരെ മറികടന്ന് പോയി. ചേച്ചി, നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരട്ടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെ വിളിച്ചു. മോളെ, ഈ വീട് മുഴുവനും കാണണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇന്നൊറ്റ ദിവസം കൊണ്ട് തീരുമോ? ശ്രീകുട്ടി ചോദിച്ചു. വാ ചേച്ചി എന്ന് പറഞ്ഞ് അവൾ ദക്ഷയുടെയും ശ്രീകുട്ടിയുടെയും കയ്യിൽ പിടിച്ചു. നിങ്ങൾ ചെല്ല്, ഞാനിതിനു മുന്നേ കണ്ടിട്ടുള്ളതാ, ഗൗതം പറഞ്ഞു. എന്നാ ഞാനും വരുന്നില്ല എന്ന് നീനയും പറഞ്ഞു. പിന്നെ ദക്ഷയും ദയയും ശ്രീകുട്ടിയും ശ്രാവണിയും സാരംഗിയും ശരണിയുടെ കൂടെ നടന്നു. തൂവെള്ള നിറമാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മിതി എന്ന് അവർക്ക് മനസ്സിലായി. ലൈറ്റുകളുടെ പ്രകാശം കൊണ്ട് മിന്നിത്തിളങ്ങുകയാണ് ഫ്ലോറുകൾ പോലും. മുഴുവൻ ഫ്ലോറും ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ശരണ്യ, ഇവിടെ എത്ര റൂമുണ്ട്? ശ്രീകുട്ടി ചോദിച്ചു. ഇവിടെ 30 റൂമുണ്ട്, 7 ഹാളും. അവൾ പറഞ്ഞതും അവരെല്ലാവരും അവളെ നോക്കി. അപ്പോൾ ഇത് ഒരു കൊട്ടാരം തന്നെയാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇത് അച്ഛൻ്റെ തറവാട്. അപ്പോൾ അത്രയും വർഷം പഴക്കമുണ്ട്. അച്ഛൻ്റെ തലമുറകളായി കൈകാര്യം ചെയ്ത് മാറി മാറി വന്നതാണ്. ഭംഗിയുള്ള പെയിൻറ്റിങ്ങുകൾ, പ്രതിമകൾ, ഫർണിച്ചറുകൾ, കയ്യെഴുത്ത് പ്രതികൾ, പുസ്തകങ്ങൾ, വിപുലമായ ഒരു ജഡ് ശേഖരം, പുരാവസ്തുക്കളുടെ ഗണ്യമായ ശേഖരം തന്നെ അവിടെയുണ്ട്. ഹാളിൽ മനോഹരമായ വലിയൊരു ഫൗണ്ടൻ, ഡൈനിങ് റൂം 60-70 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നു. കസേരകൾ കൊത്തുപണികളോട് കൂടിയതും. ഇതിൽ മുകളിലാണ് എൻ്റെ റൂം. കാണണോ ചേച്ചിമാർക്ക്? എൻ്റെ പൊന്നു മോളെ, വേണ്ട. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ തല കറങ്ങി. ഇനി നിൻ്റെ റൂം കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ട് ഇവിടെ വീഴും, ശ്രാവണി പറഞ്ഞു. വാ ചേച്ചി, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. റൂമിൽ കയറിയതും നല്ല തണുപ്പാണ്. ഇതെന്താ ഇത്രയും തണുപ്പ്? നീ AC ഓണാക്കിയിട്ടിട്ടുണ്ടോ? അങ്ങോട്ട് കയറിയതും ശ്രീകുട്ടിയാണ് ചോദിച്ചത്. മനോഹരമായ നിർമ്മിച്ച മരത്തടികളോട് കൂടിയ ഫർണിച്ചറുകളും സീലിങ്ങുകൾ, ബീമുകൾ, ആഡംബരപൂർണമായ നെയ്ത്തെടുത്ത തുണിത്തരങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച കിടപ്പുമുറിയായിരുന്നു അത്. മുഴുവനും ലൈറ്റുകളാൽ പ്രകാശമയമായതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യം പോലും നമുക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ബെഡ്റൂമിൽ തന്നെ സിറ്റിംഗ് ഏരിയയിലും വലിയൊരു ഡ്രസ്സിംഗ് ടേബിളും അതിനടുത്ത് തന്നെ മറ്റൊരു റൂം പോലെ തന്നെ വാഷ്റൂമുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വാഷ്റൂമിൽ തന്നെ വലിയൊരു ഡബിൾ മിററോട് കൂടിയ വാളും വലിയ ബാത്ത് ടബും, അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ടിവിയും സെറ്റ് ചെയ്തിരിക്കുന്നു. കുളിച്ചുകൊണ്ട് TV കാണാനായിരിക്കും അല്ലേ? അത് കണ്ടുകൊണ്ട് ശ്രീകുട്ടി ചോദിച്ചു. ടോയ്ലറ്റ് റൂം മറ്റൊരു സ്ഥലത്താണ്. ഷവർ ഏരിയയും വാഷ് ഏരിയയും എല്ലാം തിരിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ കുറേ കാഴ്ചകൾ കാണാം. ആർച്ചിലൂടെ ഓരോ റൂമുകളിലേക്കും ഓരോ സ്ഥലത്തേക്കും കൺവെർട്ട് ചെയ്ത് പോകുന്നത്. സീലിങ്ങുകളും ഹാൻഡ് ക്രാഫ്റ്റ് പെയിൻറ്റിങ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത്രയും മനോഹരമായിരുന്നു. അപ്പോഴേക്കും ഒരു മണിയടി ശബ്ദം കേട്ടതും, അയ്യോ, സമയമായി പൂജ തുടങ്ങാൻ, പൂജാരി വന്നു എന്ന് തോന്നുന്നു, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൾ മുന്നേ നടന്നു. അവളുടെ കൂടെ തന്നെ ചുറ്റും നോക്കിക്കൊണ്ട് അവരും നടന്നു. ഹായ്, സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.